ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പുത്തൂർ കൂടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ അനിയത്തി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ വൈറലായിട്ടുള്ളത്, പിസ്താഷ്യൂ കുനാഫി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കി അത് തല്ലുപടി തിന്നണം കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പുത്തൂർ ഉമ്മൻ്റെ അടുത്ത് കൂടുക എന്നുള്ളത് വായിച്ചുള്ള കാലം തൊട്ടേ ഞങ്ങൾ ശീലിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാവരും കൂടി ഒന്ന് വന്നാണ്. നോമ്പായാൽ പിന്നെ എല്ലാവരും തിരക്കായപ്പോഴും ഒരു തവണയെങ്കിലും നോമ്പ് തുറക്കാൻ വരുന്ന ഒരു ഇതിലാണ് ഉണ്ടാവുക. ഒരുമിച്ച് എല്ലാവരെയും കൂടി കിട്ടൂലല്ലോ. അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുക എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പുത്തൂർ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെ വിളവന്മാരെല്ലാവരും കൂടി മണ്ണിൽ കളിക്കാൻ കേട്ടോ. വൈകുന്നേരം എല്ലാവരും കൂടി മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ 7 മക്കളും അതുപോലെ തന്നെ 5 പേരക്കുട്ടികൾ, 5 മരുമക്കൾ, 15 പേരക്കുട്ടികൾ അടങ്ങിയ കേട്ടോ നമ്മളെ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ വായിച്ചില്ലാത്തൊരു സങ്കടം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇടയിലുള്ളത്. ഇങ്ങനെ എല്ലാവരോടും കൂടി നേരം മക്കളെ അടിയും പിടിയും ഇപ്പോൾ ഒരു തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് പഞ്ചായത്ത് അറിയാൻ വേണ്ടി വന്നതാണ്. എന്തേ കല്ലങ്ങോട്ട് എടുത്തെറിഞ്ഞെന്നോ, അപ്പോൾ ഞാനല്ല അവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അനിയത്തിയുടെ മക്കളും ഏട്ടത്തിൻ്റെ മക്കളും എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ആങ്ങളുടെ മീലുവിൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഓലൊക്കെ ആയിട്ട് കുറച്ച് സമയം ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചിരുന്ന് അപ്പോഴേക്ക് ഏകദേശം മരുവ് ബാങ്ക് കൊടുക്കാനായിട്ടോ. അങ്ങനെ എല്ലാവരും കളിയൊക്കെ നിർത്തി പിന്നെ നേരെ വീട്ടിലേക്ക് കയറിയിട്ടോ. മരുവിൻ്റെ സമയമായല്ലോ. അപ്പോഴേക്കും എന്തായി നമ്മൾ ഉമ്മൻ്റെ ഫുഡിൻ്റെ പരിപാടി നോക്കാൻ പോയപ്പോൾ വെള്ളമൊക്കെ നല്ല തളിച്ചുമ്മണ്ട് അരി ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഉമ്മൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങളെല്ലാവരും ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എന്നേക്കാണ് നമ്മളെല്ലാവരോടും ഒന്ന് ഒരുമിച്ച് കൂടാൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കും എന്താണ് ഫുഡ്. അപ്പോൾ എല്ലാവരും ഒരേ ഇതിൽ പറയുന്ന കാര്യമാണ് ഉമ്മൻ്റെ ചിക്കൻ ബിരിയാണി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അത്രയും ഞങ്ങൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെട്ടാണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് നമുക്ക് എന്നാലൊരു സമാധാനം കിട്ടുള്ളൂ. ഉമ്മ ഉഷാറായിക്ക് നന്നായി എല്ലാം പോരാ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തത് മാറ്റുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ദമ്മിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ നേരെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ചെറിയ രീതിയിൽ എല്ലാവരോടും കൂടി ഒരുമിച്ചിരുന്ന ഒരു മൗലൂദൊക്കെ ഓതി വാച്ചിക്ക് വേണ്ടി യാസീൻ ഓതി ദുആ ചെയ്ത് പിന്നെ നമ്മളപ്പോഴേക്ക് നമ്മളെ ബിരിയാണി ദമ്മൊക്കെ സെറ്റായി വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആവാണ്. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച്, കാരണം ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോവും. ഞാൻ ആരും രാത്രി അങ്ങനെ നിൽക്കില്ല, എല്ലാവരും നിൽക്കില്ല, ചിലർ നിൽക്കും ഒഴിവുള്ളവരൊക്കെ. പിന്നെ പിറ്റേന്ന് എല്ലാവർക്കും മദ്രസും എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും രാത്രി തന്നെ പോയിട്ടോ. നമ്മളെ ബിരിയാണിൻ്റെ കൂടെ തന്നെ നമ്മളെ നമ്മളെ എന്താ പറയുക കൂടപ്പിറപ്പുകൾ ഉണ്ടാവുമല്ലോ ചില, അങ്ങനെയുള്ള ബന്ധമുള്ള ഒരാളാണ് നമ്മളെ റഷി എന്ന് പറയുന്നത്. ഓരോ കുറച്ച് ഓൽക്കെന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടായപ്പോൾ ഒരു പുറത്ത് പോയി മന്തി കഴിച്ചാൽ നമുക്കുള്ള മന്തി കൊണ്ടു തന്നിട്ടോ. മീൽ ബിരിയാണി ആസ്വദിക്കുകയാണ്. ബിരിയാണിൻ്റെ സ്മെല്ല് നല്ല ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയും മന്തിയും മാഷാ അല്ലാ ഒരുപാട് ഐറ്റംസ് നമ്മൾ പ്രതീക്ഷിക്കാതെ മന്തിയും എല്ലാമായി. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ.